ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ ബാൻഡാണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഞാൻ ബ്ലൂ കളർ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഹെയർ ബാൻഡ് തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് എൻഡ് ബീഡാണ്. അപ്പോൾ ഞാൻ 2 എൻഡ് ബീഡ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് B7000 എന്ന് പറയുന്ന പശയാണ്. നമ്മൾ വയർ ഹെയർ ബാൻഡിൽ പശ തേച്ചിട്ട് എൻഡ് ബീഡ് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് എൻഡ് ബീഡിൻ്റെ അറ്റത്ത് കുറച്ചും കൂടി പശ തേച്ചിട്ട് ഒന്ന് വെറുതെ പശ ഉണങ്ങുന്ന വരെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും പശ തേച്ച് കൊടുത്തിട്ട് ക്രിസ്റ്റൽ ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റൽ ബീഡും എൻഡ് ബീഡും നന്നായിട്ട് ഒട്ടിയിരുന്നോളും. ഇനി നമ്മൾ പശയൊന്നും തേക്കേണ്ട. ഇനി നമുക്ക് ക്രിസ്റ്റൽ ബീഡ് കയറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഹെയർ ബാൻഡാണിത്. അപ്പോൾ നമ്മൾ ട്രെൻഡിനനുസരിച്ച് ഐറ്റംസ് ഉണ്ടാക്കുക. അപ്പോഴാണ് നമ്മുടെ ഐറ്റംസൊക്കെ വിറ്റ് പോവുള്ളൂ. പിന്നെ നമ്മുടേതായ രീതിയിൽ ഉള്ള ഡിസൈൻസൊക്കെ ഇറക്കുക. വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പുതിയ ഡിസൈൻസ് കിട്ടും. അതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മുടേതായ ഡിസൈൻസൊക്കെ ആക്കി മാറ്റാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റൊക്കെ വിറ്റ് പോവും. ഇപ്പോൾ കുറേ പേര് ഹെയർ ആക്സസറീസിൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സിലൊക്കെ വെറൈറ്റികൾ കൊണ്ടുവരാൻ നോക്കുക. അപ്പോഴൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് പെട്ടെന്ന് വിറ്റ് പോവും. ഇനി നമ്മൾ ലാസ്റ്റത്തെ ബീഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ പശ തേച്ചിട്ട് കയറ്റിയിട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റത്തെ എൻഡ് ബീഡ് കയറ്റിയിട്ട് കൊടുക്കുമ്പോഴും പശ തേക്കുക. എന്നിട്ട് എൻഡ് ബീഡിൻ്റെ അറ്റത്ത് കുറച്ചും കൂടി പശ തേച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.